ഹലോ വെൽക്കം ടു ചിത്ത വീട്ടിൽ ലൈറ്റ്സ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് കിച്ചൺ ഹാക്സ് പരിചയപ്പെടാം. നിങ്ങളുടെ ജോലി എളുപ്പത്തിലാക്കാൻ പാകത്തിന് കുറച്ച് കിച്ചൺ ഹാക്കുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവാണ് കേട്ടോ. അതെന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഉള്ളി അരിയുമ്പോൾ കണ്ണ് നീറുന്നത് ഒരു ആഭ്യന്തര പ്രശ്നമാണ് സത്യത്തിൽ. നമുക്ക് ഒന്നിൽ കൂടുതൽ ഉള്ളികളൊക്കെ അരിയാനുണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം കരഞ്ഞ് കരഞ്ഞ് കണ്ണ് കലങ്ങി വല്ലാത്തൊരവസ്ഥയിലെത്തും അല്ലേ. അപ്പം നമുക്ക് അതെങ്ങനെയാണ് മാറ്റുക, അല്ലെങ്കിൽ ഉള്ളി അരിയുമ്പോൾ കണ്ണ് നിറയാതിരിക്കാനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഉള്ളി അരിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ഈ ഒരു ഉള്ളിയെ രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം ഒന്നുകിൽ വെള്ളത്തിലിട്ട് വയ്ക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഉള്ളിയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് കണ്ണെരിയില്ല, നന്നായിട്ട് നമുക്കതിനെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കണ്ണെരിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വേറൊരു ഐഡിയ എന്ന് പറയുന്നത് ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നോ രണ്ടോ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിനെ ഒന്ന് വെള്ളത്തിൽ നനയ്ക്കുക. വെള്ളത്തിൽ നന്നായിട്ടൊന്ന് നനച്ച് അതിലെ വെള്ളം ഇങ്ങനെയൊന്ന് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഈ ഒരു രൂപത്തിലായിരിക്കില്ല ടിഷ്യൂ പേപ്പർ നമുക്ക് കിട്ടുന്നുണ്ടാവുക. അത് നമ്മൾ ഉള്ളി അരിയുന്ന സ്ഥലത്തേക്കൊന്ന് വെക്കുക. വെച്ചതിന് ശേഷം നിങ്ങൾ ഇനി മുതൽ ഒന്ന് ഉള്ളി അരിഞ്ഞ് നോക്കൂ. നിങ്ങൾക്കിനി കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാം. ഇത് നമ്മുടെ അടുക്കളയിലുള്ള തടി സ്പൂണുകളാണ്. ഏകദേശം ഈ ഒരു അവസ്ഥയിൽ തന്നെ ആയിരിക്കും മിക്കവരുടെയും വീടുകളിൽ തടി സ്പൂണിൻ്റെ അവസ്ഥ. അപ്പോൾ നമുക്ക് ഇത് കുറച്ചുകൂടി ഒന്ന് ബെറ്ററാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം നല്ല രീതിയിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ളൊരു പാത്രമാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ. ഇതിപ്പോൾ ഞാൻ ആ ഒരു വശത്താണല്ലോ മൊത്തവും ആ ഒരു കോരി എടുക്കുന്ന ആ ഒരു പാത്രമായതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗം വെള്ളത്തിൽ മുക്കി വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് പൊങ്ങി വരും. ജസ്റ്റ് ആ ഒരു തീയുടെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം ഏകദേശം ഒരു 15-20 മിനിറ്റ് ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ബോയിലായി വരട്ടെ. അപ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിൽ പറ്റി പിടിച്ചിട്ടുള്ള മെഴുക്കും കാര്യങ്ങളും ഒക്കെ അങ്ങ് ഇറങ്ങിയിട്ട് ആ ഒരു വുഡൻ സ്പൂൺ ഏകദേശം നല്ലൊരവസ്ഥയിലെത്തും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചെറിയ സ്പൂണിൽ എല്ലാ അഴുക്കും ഏകദേശം ഇറങ്ങി കിടക്കുന്നത് പോലെ തന്നെയാണ്, കണ്ടില്ലേ. ഇതിപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഈ ഒരു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിനുള്ളിലുള്ള മെഴുക്ക് മൊത്തം ഇറങ്ങും. നിങ്ങൾക്കിപ്പോൾ വുഡൻ സ്പൂൺ നിങ്ങളിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വലിയ പാത്രം എടുത്തിട്ട് ഈ ഒരു സ്പൂൺ മുഴുവനായിട്ട് മുക്കി വയ്ക്കാൻ പറ്റുമെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ അതിനുശേഷം നമ്മൾ കഴുകിയെടുക്കുമ്പോൾ നമ്മൾക്ക് കുറച്ചൊരു, അത് ഫുള്ളി അങ്ങോട്ട് മാറിയിട്ടൊന്നുമില്ല, പക്ഷേ എന്നാലും പഴയ അവസ്ഥയിൽ മുതൽ മുടക്കില്ലാതെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതല്ലേ ഉള്ളൂ. അതിനുശേഷം നിങ്ങളെ ഞാൻ ഈ പ്രൊഡക്റ്റ് കാണിക്കാം. ഇതെൻ്റെ വീഡിയോ മുമ്പ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഭയങ്കര ഉപകാരപ്പെടുന്നൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. കണ്ടില്ലേ, ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നമുക്ക് എന്ത് ഈസി ആയിട്ട് പീൽ ചെയ്തെടുക്കാമെന്ന്. ഇത് ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഇവിടെ ഒരു 2-3 റിയാലോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വീട്ടിൽ വാങ്ങി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് പിന്നെ ഒന്നും നോക്കണ്ട. ഒരുപാട് നേരം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഇടിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യം വരില്ല. അതുപോലെ തന്നെ ഒരു തക്കാളിയിൽ നിന്ന് തൊലി വേർപെടുത്തി എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല തിളച്ച വെള്ളത്തിലേക്ക് തക്കാളി ഒരു 15 മിനിറ്റ് മുക്കി വെച്ചാൽ മാത്രം മതിയായിരിക്കും. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ പീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ തൊലി നല്ലപോലെ ഇളകിങ്ങി പോകും. അതുപോലെ തന്നെ ഇത് ഞാനൊരു 3 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിരുന്നൊരു ബീട്രൂട്ടാണ് കേട്ടോ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വല്ലാണ്ട് അങ്ങ് ഡ്രൈ ആയി പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് വരണ്ടിട്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഈ ഒരു ബീട്രൂട്ട് ഉണ്ടായിരുന്നത്. ഞാൻ വെറുതെ കളയണ്ടല്ലോ, അങ്ങനെ നമ്മളിപ്പോൾ ഒരു ബീട്രൂട്ട് വെറുതെ നശിപ്പിച്ച് കളയുന്നതിനേക്കാൾ നല്ലത് അത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതല്ലേ. അപ്പോൾ കുറച്ചുകൂടെ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണെങ്കിൽ ആ ഒരു ഡ്രൈനെസ് ഒക്കെ നിങ്ങൾക്ക് മുഴുവനായി മാറിക്കിട്ടും. പിന്നെ നമ്മളുള്ള ഗ്ലാസ്സുകളൊക്കെ നല്ലതുപോലെ തിളങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സോഡാപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഗ്ലാസ്സിൽ ഒന്ന് അമർത്തി തേച്ച് കൊടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ഒരു തേച്ച് കൊടുത്തതിന് ശേഷം തന്നെ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഒരു ഗ്ലാസ് കവർ ചെയ്യുന്ന രീതിയിൽ മൊത്തത്തിൽ നന്നായിട്ട് ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് എടുത്തിട്ടുള്ളൂ. ഇത് ഏകദേശം അത്യാവശ്യം നല്ല ഗ്ലാസ് തന്നെയാണ് കേട്ടോ. പക്ഷേ എന്നാലും നമുക്ക് അത് കുറച്ചുകൂടി നിങ്ങളെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നമ്മൾ തേച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ചെറിയ രീതിയിൽ സോപ്പ് കൂടി ആഡ് ചെയ്ത് ഒന്ന് കഴുകിയെടുക്കാം. നമ്മൾ നോർമലായിട്ട് സ്ക്രബ് ചെയ്യില്ലേ, അതേ പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മളങ്ങനെ തേച്ച് വെച്ചിരിക്കുന്ന ഗ്ലാസ് കുറേ സമയമൊന്നും വെച്ചിട്ടില്ല. അതിനുശേഷം തന്നെ നമ്മൾ ജസ്റ്റ് ഒരു സ്ക്രബ്ബറിൽ കുറച്ച് ഫെയറിയോ പ്രില്ലോ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സാധനം വെച്ച് നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കുക. ഇതിൻ്റെ ഒരു അംശം പോലും ഗ്ലാസ്സിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ സോപ്പ് വെച്ചിട്ട് കഴുകി എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. ഇത് ഒരുപാട് അഴുക്കൊന്നും ഉള്ള ഗ്ലാസ് ആയിരുന്നില്ല, പക്ഷേ ഇത് തമ്മിലുള്ള വ്യത്യാസം ജസ്റ്റ് ഈ ഒരു ഗ്ലാസ് നല്ലതുപോലെ തിളങ്ങി വരും. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും.
കണ്ടില്ലേ ആ ഒരു വ്യത്യാസം എത്രത്തോളമാണ് വന്നിട്ടുള്ളതെന്ന്. നല്ല രീതിയിൽ ഗ്ലാസ് പാത്രങ്ങളൊക്കെ തിളങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് കേട്ടോ ഇത്. ഇതിലിപ്പോൾ ഏത് ടൈപ്പ് കറയാണ്, അല്ല എന്തെങ്കിലും കറ പിടിച്ചിട്ട് ഒട്ടും തിളക്കമില്ലാതിരിക്കുന്ന ഗ്ലാസ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു രീതിയിൽ അത് കിട്ടും. കണ്ടില്ലേ, നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണത്. ജസ്റ്റ് സോഡാപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ അടുത്തതായിട്ട് കാണിക്കുന്നത് ഫ്രോസൺ ആയിട്ടുള്ള കോണാണ്. ഇത് നിങ്ങൾക്ക് വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഫ്രോസൺ ആയിട്ട് നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ വേണമെങ്കിലും വാങ്ങി വെക്കാം കേട്ടോ. അത്യാവശ്യം നല്ല ഉപകാരമുള്ള ഒരു പ്രോഡക്റ്റാണിത്. ഇത് നമ്മൾ വെള്ളത്തിൽ കുറച്ച് വേവിച്ചെടുക്കുമ്പോൾ നോർമലി കോണിൻ്റെ ആ ഒരു രീതിക്ക് തന്നെ കിട്ടും. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഈ ഒരു ഫ്രോസൺ ആ ഒരു തണുപ്പൊക്കെ പോയി നന്നായിട്ടൊന്ന് ബോയിലായി വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പിന്നെ വേറൊരു ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളതൊരു ന്യൂസ് പേപ്പറാണ്. അത് നന്നായിട്ടൊന്ന് നനച്ച് ഈ ഒരു പരുവത്തിൽ കിട്ടിക്കഴിയുമ്പോൾ നമുക്കത് ഫ്രിഡ്ജിൽ പ്ലേസ് ചെയ്താൽ ഫ്രിഡ്ജിനുള്ളിലുള്ള ഒരു പൊട്ടമണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറി കിട്ടും. ന്യൂസ് പേപ്പറിന് പകരം വേണമെങ്കിൽ കോഫി പൗഡർ വയ്ക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ബട്ടർ ഈസി ആയിട്ട് ചീകിയെടുക്കാൻ നമ്മുടെ അരിപ്പ് ഉപയോഗിക്കാൻ പറ്റും. കണ്ടില്ലേ, ഇങ്ങനെ നൈസായിട്ട്, അത് ഭയങ്കര നൈസായിട്ട് വരും കേട്ടോ. ഇത് ആദ്യം ഞാൻ ഏതോ ഒരു ഹാക്കിൽ കണ്ടിട്ടുള്ളതായിരുന്നു. ഞാൻ വെച്ച് നിങ്ങളോട് കൂടി പറഞ്ഞു തരാമെന്ന്. അപ്പോൾ ഇത് ഭയങ്കര തരിതരിയായിട്ട് ഈസി ആയിട്ട് ആ ബട്ടർ ഇങ്ങനെ അങ്ങ് വരും. പക്ഷേ ഭയങ്കര അടിപൊളി ഒരു ഹാക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കിത് ഏതെങ്കിലും ഹാക്ക് ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്